എല്ലാവർക്കും നമസ്കാരം. മാലാകക്കൂട്ടം.com ഗുഡ്നസ് ടിവിയുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗത്തിന്റെ രസക്കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ചങ്കു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ ഈ സ്വർഗത്തില് നല്ല എനർജി, നല്ല പവർ തരുവാൻ, ഇവിടുത്തെ രസക്കാഴ്ചകൾക്ക് കുറേയും കൂടിയും മിഴിവ് കൂട്ടാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പോട്ട ചെറുപുഷ്പം ദേവാലയത്തിലെ കൊച്ചുകൂട്ടുകാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്വർഗത്തിലേക്ക് സ്വാഗതം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒന്ന് ഈശോയോട് തടിച്ചു പൊളിച്ചാലോ? ആർ യു റെഡി? ഈ സ്വർഗത്തില് നല്ല എനർജിയിൽ നമുക്ക് മാലാഖയെ പോലെ ഒന്ന് കളിക്കാം. ഈ സ്വർഗത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന രസക്കാഴ്ചകളിലേക്ക് കടക്കുവാണ്. റെഡി? ഒന്നാമത്തെ സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാടാം. പറഞ്ഞേ, ഈശോയ്ക്ക് സ്തുതി പാടാം. ഈശോയ്ക്ക് സ്തുതി പാടാൻ പോവാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ പാടാറുണ്ട്, പള്ളിയിലൊക്കെ പാടാറുണ്ട്. എന്നാൽ ഈ സ്വർഗത്തിൽ വന്ന് ഒന്നുകൂടെ പൊളിക്കണം. ഓക്കെ, ആർ യു റെഡി? എന്നൊരു കൊച്ചു പാട്ട്, ഒരു ഇംഗ്ലീഷ് പാട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. റെഡി? You have turned my morning into dancing, dancing, dancing. പഠിക്കേ. You have turned my morning into dancing, dancing, dancing. You have turned my sorrows into joy. Come on. You have turned my sorrows into joy. This is how we overcome. Come on. This is how we overcome. 1, 2, 3, 4. 1, 2, 3, 4. This is how we overcome. This is how we overcome. 1, 2, 3, 4. 1, 2, 3, 4. എത്ര പഠിച്ചില്ലേ? Yes. ഇനി സിമ്പിൾ ആണ്. കഴിഞ്ഞു. ഉല്ലാ ലാ 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 ലാ. പഠിക്കേ. ഉല്ലാ ലാ 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 ലാ. ഉല്ലാ ലാ 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 ലാ. ഉല്ലാ ലാ 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 ലാ. ഉല്ലാ ലാ 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 ലാ. ഉല്ലാ ലാ 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 ലാ. ആമേൻ. ആമേൻ. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? നിങ്ങൾ ഇരുന്ന് നോക്കണം. ചേട്ടാ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. You have turned my morning into dancing, dancing, dancing. You have turned my sorrows into joy. This is how we overcome. 1, 2, 3, 4. This is how we overcome. 1, 2, 3, 4. This is how we overcome. This is how we overcome. Ulla la 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 la. Ulla la 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 la. Ulla la 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 la. ആമേൻ. പഠിച്ചോ? നോക്കട്ടെ, ചാടി എഴുന്നേറ്റെ. പ്രാക്ടീസ്. 1, 2, 3, 4. You have turned my morning into dancing. Dancing. You have turned my sorrows into joy. This is how we overcome. കുറച്ച് പേര് this is how we, ഇങ്ങനെ കാറ്റ് കൊള്ളുന്ന പോലെ ഇങ്ങനെ this is how we ചെയ്തേ. This is how we overcome. 1, 2, 3, 4. This is how we overcome. Jump ചെയ്ത് 1, 2, 3, 4. ഇനി this is how we overcome. Come on. This is how we overcome. Left. Ulla la 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 la. Ulla la 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 la.
la 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 la. ആമേൻ. പഠിച്ചോ? അത് പൊളിക്കുമല്ലേ? Yes. അപ്പൊ സ്വർഗത്തിന്റെ ഒരു വൈബ് ഇവിടെ ഉണ്ടാവട്ടെ. നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ആർ യു റെഡി? Yes. നല്ല എനർജിയിൽ കൈയടിച്ചേ. കമാ. Go. You have turned my morning into dancing, dancing, dancing. You have turned my sorrows into joy. ഒന്നുകൂടെ. You have turned my morning into dancing, dancing, dancing. You have turned my sorrows into joy. Come on. This is how we overcome. 1, 2, 3, 4. This is how we overcome. 1, 2. This is how we overcome. Once again. This is How we overcome. la 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 la. La 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 la. La 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 la. Ami 1, 2, 3, 4. La 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 la. La 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 la. La 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 la. Ami, you have to. You have to. My morning into dancing, Dancing, dancing. You have to. My sorrows into joy. This is how it is. This is how we overcome. 1, 2, 3. This is how we overcome. Shall we do it? 1, 2. Ooh la 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 la. Ooh la 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 la. Ooh la 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 la. Amen. ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ക്ഷീണമൊക്കെ പോവും. ഓക്കെ, ഈ സ്വർഗത്തിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. പറഞ്ഞേ, വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിക്കാൻ പോവാണ്. റെഡിയാണോ? Ready. ഒരു സദ്യക്കൊക്കെ പോകുമ്പോൾ നല്ല തൂശനിലേക്ക് ഇട്ട്, ഇനിയിപ്പോൾ നോൺ വെജ് ഒക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ചെയ്ത ഒരു പ്ലേറ്റ് അല്ലേ, ഒരു ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്തോഷമില്ലേ? ഇല്ലേ? ഇല്ലേ? അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഇവിടേക്ക് വരാൻ പോകുന്നുണ്ട് അല്ലേ? നല്ല വിഭവങ്ങൾ വിളമ്പാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഒരു വിശപ്പ് നമുക്ക് ഈ വചനത്തോടും വേണം. ഇതാ നമ്മളിവിടെ നമ്മുടെ ഹൃദയമൊക്കെ ഒരുക്കി സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെ വചനം വിതയ്ക്കാൻ പോവാണ്. ഈശോ പറഞ്ഞു, നല്ല നിലത്ത് വീണ വിത്ത് ഒരിക്കലും പാഴാവില്ല എന്നാണോ? ശരിക്കും എങ്ങനെയാ പറഞ്ഞേ? നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയും പിന്നെ 60 മേനിയും പിന്നെ 30 മേനിയും കേട്ടോ. അപ്പോൾ ഫലമില്ലാണ്ട് പോലും, ഫലം ഇല്ലാണ്ട് 0 എന്ന് പറഞ്ഞോ? അപ്പോൾ നല്ല നിലത്ത് വീണ കഴിഞ്ഞാൽ എന്തെങ്കിലും ഫലം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ 100, അല്ലെങ്കിൽ 60, അല്ലെങ്കിൽ 30. 0 ആയിട്ട് പോവില്ല. അപ്പം നല്ല നിലമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് വചനം പങ്കുവയ്ക്കാൻ ഈ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ കടന്നു വരുന്നത് ജോബി ജോണൽ അങ്കിളാണ്. ഇൻ്റർനാഷണൽ കമ്പനികൾക്ക് കൺസൾട്ടൻസിയും മോട്ടിവേറ്റൊക്കെ ചെയ്യുന്ന സാറാണ്. ഒരുപാട് കാര്യങ്ങൾ സാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്വർഗത്തിലിടയ്ക്ക് വന്ന് കൊച്ചു കൂട്ടുകാരോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്കിന്ന് സാറിനെ സ്വാഗതം ചെയ്യാം. ആർ യു റെഡി? Yes. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ക്ലാപ്പാണ് യോ യോ ക്ലാപ്പ്. ഏത് ക്ലാപ്പാണ്? Yo yo clap. അങ്ങനെ യോ ചെയ്തേ. യോ Yo. യോ പിന്നെ ഒരു ക്ലാപ്പ്. ഓക്കെ, എന്ത് ക്ലാപ്പാണ്? Yo yo. യോ യോ യോ. ഓക്കെ, റെഡിയാണോ? പഠിച്ചോ? അപ്പോൾ നമുക്ക് ഒന്ന് എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് ജോബി ജോണലങ്ങളെ സ്വാഗതം ചെയ്യാം. യോ യോ ക്ലാപ്പ് ഗോ. യോ 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 ക്ലാപ്പ്. അപ്പൊ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിലെ മാലാകുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. എന്നാ മാലാകുട്ടികൾ ഒന്ന് ചിരിച്ചേ.
ഓ എന്ത് നല്ല ശരിയാണ്, ശരിക്കും സ്വർഗത്തിൽ വന്ന പോലെയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ഇരുന്നേ എന്നാ. അപ്പം അങ്കിൾ ഇന്നൊരു വചനം പറഞ്ഞു തരാം. ഓക്കെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വചനം. വചനം ഇതാണ്: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്താണ്? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടോ? എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടോ? അല്ലേ? എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം എക്സിബിഷനിൽ എന്താ സംഭവിക്കുക? കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ വെച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെന്തുണ്ടാവും? വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, വേടിക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം എക്സിബിഷനൊക്കെ. അപ്പം നമുക്ക് പെരുന്നാൾക്കൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എക്സിബിഷനൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പോയിട്ടുണ്ടോ? അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് നരകത്തിൽ ഒരു എക്സിബിഷൻ നടന്നു. എവിടെയാണ്? നരകത്തിൽ ഒരു എക്സിബിഷൻ നടന്നു. ഈ നരകത്തിൽ എക്സിബിഷൻ നടത്തിയത് ആരാന്നറിയോ? ലൂസിഫറും ആളുടെ കുറേ കുട്ടി 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 പിശാചുകളും കൂടിയാണ് എന്ത് ചെയ്തത്? കുട്ടിച്ചേത്തന്മാരും കൂടിയാണ് എന്ത് ചെയ്തത്? എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ ലൂസിഫറും ഒക്കെ അവരെ തകർക്കാനും ദൈവത്തിൽ നിന്ന് അകറ്റാനും ഒക്കെ ഉപയോഗിച്ച കുറേ ആയുധങ്ങൾ ഇവർ എക്സിബിറ്റ് ചെയ്തു, പ്രദർശിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അവരിങ്ങനെ നരകത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എക്സിബിഷൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നരകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഈ പിശാചുക്കൾ ഇത് കാണാനായിട്ട് വന്നു. ഓക്കെ, കാണാനും മേടിക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാണ്. അപ്പോൾ പിശാചിൻ്റെ തലവൻ ആരാണ്? ലൂസിഫർ. അപ്പോൾ ലൂസിഫർ ഇങ്ങനെ എങ്ങനെയാണ് ആൾക്കാരെ നശിപ്പിച്ചത്, ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ഇതൊക്കെ കണ്ടു പഠിക്കാനാണ് ഇവരൊക്കെ വന്നത്. അപ്പം അങ്ങനെ നോക്കി വന്ന സമയത്ത് എല്ലാത്തിൻ്റെ അടുത്തും പ്രൈസ് ടാഗ് എഴുതി വെച്ചിട്ടുണ്ട്, വിൽക്കാനുള്ള വില എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഒരു ചില്ല് കൂട്ടിൽ ഭംഗിയായിട്ട് ഒരു വലിയ ഒരു ആയുധം ഇങ്ങനെ വെച്ചേക്കാണ്. അതിൻ്റെ അടിയിൽ പ്രൈസ് ടാഗ് ഇല്ല, ബാക്കി എല്ലാത്തിലും വിലയുണ്ട്, അതുമ്പോൾ മാത്രം വിലയില്ല. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് വിൽക്കാനുള്ളതല്ല, ഇതെൻ്റെ സ്വന്തമാണ്, ഇതാർക്കും ഞാൻ കൊടുക്കില്ല എന്ന് ലൂസിഫർ എഴുതി വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ ആയുധവും ആർക്ക് വേണമെങ്കിലും മേടിക്കാം, പക്ഷെ ഈ ആയുധം മാത്രം വിൽക്കാനുള്ളതല്ല. എന്തിനുള്ളതാണ്? കണ്ടുപോവാം, അത് ഞാൻ തരില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ലൂസിഫർ, പിശാചുക്കളുടെ തലവൻ, ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും നശിപ്പിച്ചത്. അപ്പം എല്ലാവർക്കും ആകാംക്ഷയായി, എന്താണ് ഈ സാധനം? അടുത്ത് പോയി നോക്കി. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിരാശ. എന്താണ്? നിരാശ, ഡിസപ്പോയിൻമെൻറ്റ്, നിരാശ. അപ്പം നമ്മുടെ മനസ്സിലേക്ക് നിരാശ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പിശാച് കടന്നു വരുന്ന പോലെയാണ്. ദൈവം ഒരിക്കലും നമുക്ക് നിരാശ തരില്ല. ദൈവം എപ്പോഴും എന്താ തരിക? പ്രത്യാശയും സന്തോഷമാണ് തരിക. നമ്മൾ ഈ നിരാശയ്ക്ക് ഒരിക്കലും അടിമപ്പെടാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ പരീക്ഷയിൽ തോൽക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വലിയ വലിയ സാധനങ്ങളെത്താൻ പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകണം, അല്ലേ? അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വിഷമിക്കാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല, ദുഃഖിക്കാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. നിരാശ വന്നെന്ത് സംഭവിക്കും? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലാതായിട്ട് മാറും. അതുകൊണ്ട് മുടങ്ങാതെ കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, ഓക്കെ, പിന്നെ വചനം വായിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ഈശോയുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? നിരാശ ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം? എപ്പോഴും പ്രത്യാശയിൽ വളരുന്ന വ്യക്തികളായിട്ട് മാറണം കേട്ടോ. അപ്പം എന്ത് ചെയ്യണം? നിരാശപ്പെടാനായിട്ട് പാടില്ല. അപ്പം നമ്മുടെ നരകത്തിലെ എക്സിബിഷനിൽ ലൂസിഫർ മനുഷ്യനെ തകർക്കാനും ദൈവത്തിൽ നിന്ന് അകറ്റാനും ഉപയോഗിച്ച ആയുധം എന്തായിരുന്നു? നിരാശ. അപ്പം മക്കളിൽ നിരാശപ്പെടുവോ? എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുമോ? അപ്പം ചാടി എഴുന്നേറ്റാൻ എല്ലാവരും. എന്നിട്ട് നമ്മുടെ കൈ അവിടെ വെക്കണം, ഹാർട്ടി വെക്കണം. എന്നിട്ട് പറയണം, വചനം പറയണം. റോമർ 5:5 പറഞ്ഞേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പൊ എല്ലാവരും പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിച്ച് വലിയ വ്യക്തികളായിട്ട് ഈശോയുടെ കൂടെ സ്വർഗത്തിൽ ജീവിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്കിൾ പോട്ടെ. എല്ലാരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും എപ്പോഴും.
ഈശോയുടെ കൂട്ടുകാരെ, നല്ല ഒരു ഫുഡ് അടിച്ച ഫീൽ കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ഏത് വചനമാണ് നിങ്ങളുടെ ആത്മാവിന് ബലം കിട്ടാൻ വേണ്ടി ജോണൽ അങ്കിള് നമ്മളോട് പറഞ്ഞത്? ഏത് വചനമായിരുന്നു? നിരാശരാക്കുന്നില്ല അല്ലേ? പ്രത്യാശയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ്. അതിന് വേണ്ട കഥയൊക്കെ പറഞ്ഞു അല്ലേ? ഏത് കഥയാ പറഞ്ഞേ? എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കണം, ഇതാണ് ആ വചന സന്ദേശം അല്ലേ? ഈ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായിട്ടിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ സ്വർഗത്തിൽ അടുത്ത രസക്കാഴ്ചയിലേക്ക് പോവുകയാണ്. റെഡി ഗോ. ടൻ. അടുത്ത മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. പറഞ്ഞേ, വിശുദ്ധരെ പരിചയപ്പെടാം. വിശുദ്ധരെ പരിചയപ്പെടാം. നമുക്ക് റെഡിയാണോ? അപ്പൊ ഇന്ന് ഈ സെഗ്മെന്റില്, ഈ ഒരു എപ്പിസോഡില് ആരാണ് വിശുദ്ധരെ പരിചയപ്പെടുത്താനായിട്ട് വരുന്നത്? ഒരു ക്ലാപ്പ് കൊടുത്തേ, ഒരു ബിഗ് ക്ലാപ്പ് കൊടുത്തേ. കം. റെഡി. മോളുടെ പേര് പറഞ്ഞേ. ദിയ ജെനിൽ. ദിയ ജെനിലാണ്. ഇന്ന് ഏത് വിശുദ്ധനെ കുറിച്ചാണോ പറയുന്നത്? ആരെ കുറിച്ചാണ് പറയുന്നത്? വാഴ്ത്തപ്പെട്ട റാണി മരിയ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ കുറിച്ചാണ് പറയുന്നത്. നല്ല ശ്രദ്ധയോടെ നമുക്ക് കേട്ടിരിക്കാം. റെഡി. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മിരിയയെ കുറിച്ചാണ്. ഭാരതത്തിന്റെ ധീര രക്തസാക്ഷിണിയാണ് സിസ്റ്റർ റാണി മിരിയ. തന്റെ 41ാമത്തെ വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച ആ വിശുദ്ധ എറണാകുളം ജില്ലയിലെ പുല്ലുവഴി ഇടവകയിൽ 1954 ജനുവരി 29-ാം തീയതി പൈലെ എലീഷ എന്നീ ദമ്പതികളുടെ 7 മകളിൽ 2ാമത്തെ മകളായി ജനിച്ചു. മറിയം എന്ന പേരിൽ ഫെബ്രുവരി 5-ാം തീയതി മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. തൻ്റെ 7-ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച അവൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനായി തീരുമാനിച്ചു. അങ്ങനെ 1972 ജൂലൈ 3-ാം തീയതി മേരിക്കുഞ്ഞിൻ്റെ കളിക്കൂട്ടുകാരിയുമായ ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിൽ ചേർന്നു. 1974 മെയ് 1-ാം തീയതി മേരിക്കുഞ്ഞ് സിസ്റ്റർ റാണി മരിയ എന്ന പേരിൽ സഭാവസ്ത്രം സ്വീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാനായി ധൈര്യപൂർവ്വം ശബ്ദമുയർത്തിയ ആ ധീര സന്യാസിനിയുടെ നീക്കങ്ങൾ ഭൂവുടമകളെ ചുടിപ്പിച്ചു. അവർ സിസ്റ്ററെ നശിപ്പിക്കാനായി തക്കം പാർത്തിരുന്നു. അങ്ങനെ 1995 ഫെബ്രുവരി 25-ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന സിസ്റ്ററെ അവർ അധിക്ഷേപിക്കുകയും 54 തവണ സിസ്റ്ററെ മൃഗീയമായി കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. പിന്നീട് സാമന്തർ സിംഗിന് സിസ്റ്ററുടെ കുടുംബാംഗങ്ങൾ മാപ്പ് നൽകുകയും അവരുടെ കുടുംബത്തിലെ ഒരംഗമാക്കി തീർക്കുകയും ചെയ്തു. 2017 നവംബർ 4-ാം തീയതി സിസ്റ്ററെ ആഗോള സഭ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. അന്നേ ദിവസം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്ററെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. കേരള സഭയുടെ അഭിമാനപുത്രിയും ധീര രക്തസാക്ഷിയുമായ സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും മാധ്യസ്ഥ ശക്തിയും നമുക്ക് വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വെരി ഗുഡ്. ഇനി ഈ വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ ജീവിതത്തെ ആസ്പദമാക്കിയൊരു വചനമാണ് നമുക്ക് കേൾക്കുന്നത്. മോളുടെ പേര് പറഞ്ഞേ. കാതറിൻ പീറ്റർ. അപ്പോൾ കാതറിൻ പറയുന്ന വചനം നമുക്ക് ശ്രമിക്കാം. പ്രിയ കൂട്ടുകാരെ, വാഴ്ത്തപ്പെട്ട മദർ റാണി മരിയനെ കുറിച്ച് നിങ്ങൾ കേട്ടുവല്ലോ. ഈ വിശുദ്ധ ജീവിതത്തെ ആസ്പദമാക്കി സിസ്റ്ററിനെ സ്വാധീനിച്ച ഒരു വചനം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കാം. ലൂക്ക 4:18. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. താങ്ക് യു. ഈശോയുടെ കൂട്ടുകാരെ, സ്വർഗത്തിലെ മാലാഖമാരെ, ഇതാ നമ്മള് ഈ സ്വർഗത്തിലെ 4ാമത്തെ സെഗ്മെന്റിലേക്ക് പോവാണ്. 4ാമത്തെ സെഗ്മെന്റ് ആണ് താലന്ത് വർദ്ധിപ്പിക്കാം. പറഞ്ഞേ, താലന്ത് വർദ്ധിപ്പിക്കാം. അപ്പൊ താലന്ത് ഈശോയ്ക്ക് കൊടുക്കാൻ പോവാണ് അല്ലേ? നമ്മുടെ കഴിവൊക്കെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ കഴിവ് ദൈവത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ കഴിവ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ആർ യു റെഡി? ഈ സെഗ്മെന്റിൽ ആരാണ് ഈശോയ്ക്ക് താലന്ത് കൊടുക്കാൻ വരുന്നത്? റെഡി? മോള് വാ, ഒരു ക്ലാപ്പ് കൊടുത്തേ. മോളുടെ പേര് പറഞ്ഞേ. ആൻലിയ. ആൻലിയ ഇന്ന് എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? ഡാൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ ഈശോ നിൻ ഹൃത്തിനുള്ളിൽ ഈശോ നിൻ നീലങ്കയ്ക്കുള്ളിൽ ഈശോ നിൻ ഹൃത്തിനുള്ളിൽ ഈശോ നിൻ നീലങ്കയ്ക്കുള്ളിൽ ഈശോയെ നിൻ രൂപം കാണുമ്പോൾ എൻ മുഖം ശോഭിതമാകും ഈശോയെ വാഴുമ്പോൾ എന്നുള്ളം സ്വർഗമായി തീരും കൃഷിതനേ ഉദ്ധിതനേ മർത്യനെ കാത്തിടണേ ഈശോയുടെ കൂട്ടുകാരെ എന്തോ ഹാപ്പിയാണോ? ഹാപ്പി മടുത്തോ? ഇല്ല. അപ്പൊ ഈ സ്വർഗത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് സെഗ്മെന്റ് മാറുന്നതുകൊണ്ട് വലിയ ബോറിംഗ് ഒന്നും ഇല്ല. നമ്മളിതാ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. 5ാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലം പഠിക്കാം. എന്താണ്? നല്ല ശീലം പഠിക്കാം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന നല്ല ശീലം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ പോവുക? സാധാരണ എങ്ങനെ പോവാ? പ്രാർത്ഥിച്ചു പോകും അല്ലേ? ചിലരിങ്ങനെ ഓടുന്ന നേരത്ത് ഈശോയുടെ രൂപം ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ഒറ്റ ഓട്ടം ഓടും. വണ്ടി വരണ വരെ തിരക്കാണ് വീട്ടിൽ അല്ലേ? അപ്പോൾ അത് ഇത്തിരി തിരക്ക് നിങ്ങൾ മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി റെഡിയായി ഈശോയുടെ രൂപത്തിൽ വന്ന് ഈശോയുടെ അടുത്ത് നിങ്ങളെ സമർപ്പിച്ച്, ഈശോ എൻ്റെ കൂടെ വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ ഒരു ഫ്രണ്ടായിട്ട് കൂടെ പിടിച്ച്, എന്നിട്ട് പപ്പയ്ക്കും മമ്മിക്കും ഒരു ഉമ്മ കൊടുക്കണം. അപ്പോൾ ഈശോയ്ക്ക് നിങ്ങളെ സമർപ്പിക്കണം, പപ്പയ്ക്കും മമ്മിക്കും ഒരു ഉമ്മ കൊടുത്തിട്ട് വേണം സ്കൂളിലേക്ക്. റെഡിയാണോ? റെഡി. ഇന്ന് മുതൽ ഈ ശീലം നിങ്ങൾ ഫോളോ ചെയ്യണം. ഈശോയ്ക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കണം. ഈശോ എൻ്റെ കൂടെ വരണം, റൂട്ടിൽ, നിങ്ങൾ സ്കൂളിൽ എവിടെയാണോ ഞാൻ പോകുന്നത് എൻ്റെ കൂടെ വരണം എന്ന് ഈശോട് പറയണം. ചിലപ്പോൾ സ്കൂളിൽ പോണ സമയത്ത് പെട്ടെന്നൊരു വണ്ടി ഇടിക്കാൻ വന്നു അല്ലേ? പപ്പയെ ഓടിവായോ, പപ്പ വരുമോ? ഇല്ല. മമ്മി ഓടിവായോ, വരുമോ? ചിലപ്പോൾ മമ്മി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, പപ്പ പറമ്പിൽ കളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഈശോയ്ക്ക് മാത്രമേ നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈശോയ്ക്ക് നിങ്ങളെ സമർപ്പിക്കണം. അതിനുശേഷം പപ്പയ്ക്കും മമ്മിക്കും ഉമ്മ കൊടുത്ത് ടാറ്റ പറഞ്ഞ് വേണം പോകാൻ. അല്ലാതെ ഓടിപ്പോരുത്, വഴക്കുണ്ടാക്കി പോരുത്. ചില കുഞ്ഞുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഈശോട് അധികം പറയില്ല, മമ്മിയുടെ അടുത്ത് കുറേ പറയും, മമ്മി പോവാട്ടോ. ചിലപ്പോൾ രാവിലെ റെഡിയായി തുടങ്ങുമ്പോൾ മുതൽ ഇങ്ങനെ തുടങ്ങും, ഞാൻ പോവാട്ടോ ഇങ്ങനെ പറയും. 10-15 പ്രാവശ്യം മമ്മിയുടെ അടുത്ത് പറഞ്ഞാലും തീരത്തില്ല. പക്ഷെ അവസാനം ഈശോയുടെ അടുത്ത് ഒറ്റ വട്ടം പോലും ശരിക്കും പറയില്ല, ഒറ്റ ഓട്ടം ഓടിക്കൊടുക്കും. അങ്ങനെ ആകരുത്. ഇന്നു മുതലുള്ള നല്ല ശീലം, ഈശോയ്ക്ക് നിങ്ങളെ സമർപ്പിച്ച് പപ്പയ്ക്കും മമ്മിക്കും ഉമ്മ കൊടുത്ത് ടാറ്റ കൊടുത്ത് വേണം പോകാൻ. ആർ യു റെഡി? കൂട്ടുകാരെ, നിങ്ങളും ഈ ശീലം ഞങ്ങളുടെ കൂടെ ഫോളോ ചെയ്യണം. ഇങ്ങനെ നല്ല കൂട്ടുകാരായിട്ട് മാലാകന്മാരായിട്ട് നമുക്ക് വളരാം. അപ്പൊ ഒന്നുകൂടെ ഈശോയുടെ കൂടെ കളിച്ചാലോ? ആർ യു റെഡി? ചാടി എഴുന്നേറ്റ് ഈശോയുടെ അടുത്ത് കളിക്കാലോ. കൈയടിച്ചേ, ആടിപ്പാടി എനർജിയില് ഈശോടൊത്ത് കളിക്കാലോ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി നന്നായിട്ട് ചെയ്ത്. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെപ്പോൾ തുള്ളി ചാടി രസിക്കാലോ. നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഓക്കെ, ഈ സ്വർഗത്തിൽ നമ്മൾ ഇനിയൊന്നും ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് നേരെ ഇരുന്നേ.
ഇങ്ങനെ 3-4-5 സെഗ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈ ഹൃദയത്തിന്റെ ഭാഗത്ത് കൂപ്പി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച ഈശോയെ മാലാഖമാരെ പോലെ നല്ല കുഞ്ഞുങ്ങളായി നല്ല ശീലത്തിൽ നന്മയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ഈശോയെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. കണ്ണു തുറന്നേ. ടെൻറ്റഡാൻ ഇങ്ങോട്ട് നോക്കിയേൻ. ഇവിടെ ഒരു സസ്പെൻസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ എപ്പിസോഡിൽ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. ആരാണ് വരുന്നത് എന്ന്? നീ വായോ. ഇവള് ഒരെണ്ണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരു കൈയടി കൊടുക്കാമോ? ആർക്കാണ് ഒരാൾ സെലക്ട്? കൈയടി. ഓക്കെ, ഒരെണ്ണം എടുക്കാം. കൈയടിച്ചോ. അനൗൺസ് ചെയ്യാൻ പോവാണ്. ജെസലാണ്. ജെസൽ. ഓക്കെ, വാ. ജെസലിനൊരു ക്ലാപ്പ് കൊടുക്കാമോ? ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് ജെസൽ. ക്ലാപ്പ് പോരാ. ഓക്കെ. കൂട്ടുകാരെ, നമുക്ക് ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇത്ര നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, ചങ്ക് പ്രേക്ഷകർക്ക് നമ്മളൊരു ബിഗ് ക്ലാപ്പ് കൊടുക്കാൻ പോകണം. ആർ യു റെഡി? പ്രിയ പ്രേക്ഷകരെ, ഗുഡ്നസ് ടിവിയുടെ മാലാകക്കൂട്ടം.com എന്ന ഈ കൊച്ചു കൂട്ടുകാരുടെ സ്വർഗത്തിൻ്റെ പ്രോഗ്രാമുകൾ, ഈ രസക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ ഞങ്ങൾ മറക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയൊക്കെ നിങ്ങൾ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ രസക്കാഴ്ചകൾ രസിച്ച് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ബിഗ് ക്ലാപ്പ്. ഇനി നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പ്രിയ പ്രേക്ഷകരെ, ഇനി കാണും വരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ ബൈ, സീ യു.